ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ വളരെ സ്പെഷ്യലായി, വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഞങ്ങൾ ദേവീൻ്റെ മാരേജ് ആണ് കേട്ടോ. ഞങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാരേജാണ്. എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുള്ളത്. എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ ആണെങ്കിൽ അറിയുണ്ടാകും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടി പറയാം. ഞങ്ങൾ 4 ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അതിൽ 2 പേരിപ്പോൾ നമ്മളെ അടുത്തില്ല. ഒരാൾ UK-ലും ഒരാൾ ജർമ്മനിയിലുമാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും വരാൻ പറ്റിയിട്ടില്ല ദേവിയുടെ മാരേജിന്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ എനിക്ക് പറയേണ്ടത്, എനിക്ക് ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഇന്നലെയൊക്കെ ഞങ്ങളെല്ലാവരും ഭയങ്കര സാഡായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ പ്ലാനും പദ്ധതിയൊക്കെ ചെയ്തിട്ടുള്ളൊരു വെഡ്ഡിങ് ആയിരുന്നു ദേവീൻ്റെത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമുക്ക് 3 ഒരുപോലെ ഡ്രസ് കോഡ് ഇടണം, ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം, ഇങ്ങനെ മുടി കെട്ടണം, ഫുള്ള് സെറ്റായിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റിയിട്ടില്ല. ദേവിക്കും ഭയങ്കര വിഷമമുണ്ട്, എനിക്കും അതിലേറെ വിഷമമുണ്ട്. ഒരാൾ ഇന്നലെ ഭയങ്കര കരച്ചിലും പിച്ചിലൊക്കെ ആയിരുന്നു കല്യാണത്തിന് വരാൻ പറ്റാതെ. ഈ ഫോട്ടോഷൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര വിഷമായി. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്താണെന്നറിയില്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നറിയില്ല. എനിക്ക് ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഒരു ഭാഗത്ത് നല്ല സന്തോഷമുണ്ട്, അവൾ വെയിറ്റ് ചെയ്ത് കല്യാണമാണ് നടക്കാൻ പോകുന്നത്. കുറേ കാലമായിട്ട് അവരിഷ്ടപ്പെട്ടിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നടത്തുന്നൊരു കല്യാണമാണ്. മറുഭാഗത്ത് ഞങ്ങൾ കൂടാൻ പറ്റാത്തതിൻ്റെ അബയും അമ്മും വരാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 2 പേരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫുൾ വ്ളോഗ് എടുക്കണം, വീഡിയോ എടുക്കണം, അവർക്ക് അവിടെ ഇരുന്ന് കാണണം എന്താണെന്നുള്ളത്. അവളുടെ കെട്ടുന്ന സമയത്ത് താലി കെട്ടുന്ന ടൈമിൽ വീഡിയോ കോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സഞ്ജുവേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുൾ കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എന്താ പറയണത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അവളെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെയാണ് റെഡിയായി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും വഴി ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 9:15 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം എനിക്ക് ആക്ച്വലി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കല്യാണത്തിന്. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് രാത്രി ഭയങ്കര മെസ്സേജ് അയക്കലായിരുന്നു, നീ രാവിലെ നേരത്തെ വരാൻ നോക്കണം ഭാവി, നീ വൈകാൻ പാടില്ല, നീ എന്തായാലും നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ എത്തിയിട്ടില്ല. ഒരു മനുഷ്യൻ പോലും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഞാൻ എത്തിയപ്പോൾ ആക്ച്വലി ദേവിയും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവളെ ഷൂട്ടിന് ഒരുക്കിയിരുന്നു. ഞാൻ എത്തി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നേരെ ചെന്ന് ദേവിനെ വിളിക്കുകയാണോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പൂജാരിയൊക്കെ വന്നിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൂക്കളും കാര്യങ്ങളൊക്കെ ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ അവിടുന്ന് ദേവീനെ ഫോൺ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്നൊന്നും ആകെ നോക്കി അടിപൊളി ആരൊരിക്കേ ബാബ്സേ വാവേ ഞങ്ങൾ രണ്ടും മാത്രമായി. അതെ, എന്താ എനിക്കറിയില്ല. ഞാൻ കുറച്ച് കഥാപ്രസംഗം രാവിലെ നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് കാണുന്നവര് വിചാരിക്കും ഞങ്ങൾക്ക് രണ്ടാക്കും വട്ടാടോ ചെയ്തു. അത് ഇങ്ങനെ സിറ്റുവേഷനിലായവർക്കായിരിക്കും മേ ബി മനസ്സിലാവണം. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. എനിക്ക് വട്ടാന്ന് എഴുതിണ്ടാവും. അത്ര ഞാൻ കഥ പറഞ്ഞിട്ടാണ് രാവിലെ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നോക്കാം. ബാക്കി എനിക്ക് ചെയർ നീ ഇവിടെ ഇരിക്കും. ഞാൻ ചെയർ തപ്പിട്ട് നന്നായിട്ടുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട്. നിങ്ങളൊന്നും തിരിഞ്ഞ് ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. സ്കിൻ ടോൺ ഒന്നും മാറിയിട്ടില്ല. ബാക്കൊക്കെ ഒന്ന് തിരിഞ്ഞു. ബാക്കൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ദേവി മേക്കപ്പ് ഒക്കെ ചെയ്തൊരു കല്യാണ പെണ്ണായിട്ട് മുന്നിൽ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ആകെ ഭയങ്കര ഇതായിപ്പോയിട്ടോ. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിൻ്റെ ഇതാകുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയുള്ള ആളുകളാണെങ്കിൽ എന്തായാലും മനസ്സിലാകും. കാരണം നമ്മളൊന്നാമത് വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ട ആൾക്കാരില്ല. ഇവരുടെ 7 വർഷത്തെ
പ്രണയം അടിപൊളിയായിട്ട് പൂവണിയാൻ പോവാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ഫീലായിരുന്നിട്ടുണ്ടായിരുന്നത്. അവൾ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ കണ്ട ആ ഒരു ഇതുപോലെ എനിക്ക് ദേവീൻ്റെതും തോന്നി. പിന്നെ ഞങ്ങൾ തമ്മിൽ 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൻ്റെ മേലെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്യായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത്. എന്താണ് ദേവി ഫീലിംഗ്? മിക്സ്ഡ് അല്ലേ? ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നിങ്ങൾ എത്ര വർഷം? മിക്സ്ഡ് ഫീലിംഗ്. ഞങ്ങളൊക്കെ കാത്തിരുന്ന ഒരു കല്യാണമാണ്. പക്ഷെ ഞങ്ങൾ കാത്തിരുന്ന കൂട്ടത്തിലാണ് രണ്ടുപേരില്ലാതെ ഭയങ്കര മിസ്സിങ് ഉണ്ട്. അത് സാരല്ല, കണ്ണൻകുട്ടിനെ മിസ് ആവാൻ വരാന്ന് പറഞ്ഞതാണ്. സാരല്ല ജോലിയില്ല, അതുകൊണ്ട് മാനിക്കുന്നു. അതെ അതെ, സിറ്റുവേഷൻസ് എല്ലാവരുടെയും. ഇതാ ഒരെണ്ണം ഇതാ വീഡിയോ കോളുണ്ട് ഗായ്സ്. ഒരെണ്ണത്തിന് കിട്ടുന്നില്ല. അവിടെ ഇപ്പൊ എത്രയും സമയം എത്രയായി? ഒരുത്തി അലാറൊക്കെ വെച്ച് എണീച്ചതാണ് 5:15. ഒരുങ്ങി അലാറം വെച്ച് എണീച്ച് റെഡിയായി. ഇനി ഒരാളെ കിട്ടണം. അമ്മുവിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല, എണീച്ചിട്ടുണ്ടാവില്ല. എന്തായാലും വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം. 5 മണിക്ക് ഇവിടെ മോർണിംഗ് ഉണ്ട്. അമ്മുവോ? പക്ഷെ അമ്മുനൊരു ഹായ് അയച്ചു നോക്ക് നീ. ഞാനും ദേവി നമ്മുടെ ഫുഡ് കൊടുക്കുന്ന സെക്ഷനിലേക്ക് മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം ചെറുക്കനും വീട്ടുകാരും അത്യാവശ്യം എല്ലാ ആളുകളും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ദേവീനെ എൻട്രി ടൈമിൽ അല്ലാതെ ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. സ്റ്റേജിൽ തന്നെ ഗ്രീൻ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അവൾ പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും എല്ലാവരും കാണും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറിയിരിക്കുകയാണ് ചെയ്തത്. കാരണം ഫുഡിൻ്റെ അവിടെ തന്നെ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഫ്രണ്ട് എൻട്രി കൂടെ പയ്യനും വീട്ടുകാരും വന്നതിന് ശേഷം ദേവീനെ ആരതി വഴിയല്ലല്ലോ താലിക്ക് കൊടുത്തിട്ട് വരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ചെറുക്കൻ്റെ വീട്ടുകാരും ചെറുക്കനും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ദേവീൻ്റെ അനിയനും കണ്ണനും ഈ ചേച്ചിയും എല്ലാവരും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പയ്യനെ കാല് കഴുകി സ്വീകരിക്കുന്ന, മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ വീഡിയോ കാര്യങ്ങളൊക്കെ സഞ്ജുവരനെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവീൻ്റെ കൂടെ കൂട്ടി നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ദേവീൻ്റെ കൂടെ കൂട്ടി പോയിരുന്നപ്പോഴേ സഞ്ജു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷ്ണു ആണ് കേട്ടോ നമ്മളെ പയ്യൻ്റെ പേര്. അവനും ഞാൻ ഒരു ക്ലാസ്സിൽ +1 +2 ഒപ്പം പഠിച്ച ആളുകളാണ് കേട്ടോ. അപ്പോൾ ജിഷ്ണു വീട്ടുകാരെല്ലാവരും വരുന്ന എൻട്രി ടൈം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കും പിന്നെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വ്ലോഗ് നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കണം. അവർക്കിത് കാണാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ വീഡിയോ അല്ലേ കാണാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായെന്നുള്ളത്. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം സഞ്ജുവേണ്ട എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആൾ കുറച്ച് ഇൻട്രോവേർട്ടാണ്. എന്നാലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം പോയി മടിയൊന്നും ഇല്ലാതെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനും ഈ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞങ്ങൾക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനും ദേവി ഫുഡിൻ്റെ ആ സെക്ഷനിൽ അവിടേക്ക് മാറിയിരിക്കുക ആയതുകൊണ്ട് തന്നെ ജിഷ്ണു വരുന്ന ജസ്റ്റ് ഒന്ന് കാണുക അല്ലാതെ വേറെ ശരിക്കിനൊന്നും കാണാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദേവീനെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ കല്യാണ പെണ്ണിൻ്റെ എൻട്രിയാണ്. അപ്പോൾ ഇതാ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. ഇങ്ങനെ 4 സൈഡ് ഇങ്ങനെ പിടിച്ച് പെണ്ണതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു കൂട് പോലത്തെ സാധനമല്ല, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതൊക്കെ സഞ്ജുവണ്ണാണ് വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും പുറകു ഭാഗത്തായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രണ്ട് വ്യൂ എനിക്ക് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് എല്ലാവരും നിൽക്കുന്നതെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഫ്രണ്ടിൽ ഇങ്ങനെ താലവും എന്താ അഷ്ടമംഗല്യ അങ്ങനെ എന്തോ അല്ലേ ഏറ്റവും സാധനത്തിനൊക്കെ പറയുക, അങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേവി ഇങ്ങനെ സെൻട്രലായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ദേവി ഇങ്ങനെ ഈ താലൊക്കെ പിടിച്ച് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. എന്തൊക്കെ ഫോട്ടോസാണ് ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോയും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരുന്ന കാണാൻ എന്ത് ഭംഗിയാണ് നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചീൻ്റെ കല്യാണ ടൈമിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ അവസാനം ഒന്നൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു സമയം ആയപ്പോഴേക്കും ഞാൻ പിന്നെ പുറത്ത് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോയുടെ ആദ്യ ഭാഗം അല്ലാതെ ബാക്കിയെല്ലാം ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയായാലും കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു സമയം മുതൽ കല്യാണം ഏകദേശം കഴിയുന്ന സമയം വരെ ഞാൻ ഇതുപോലെ ഈ ഫ്രണ്ടിൽ സ്റ്റേജിൻ്റെ പുറത്തിങ്ങനെ ഫ്രണ്ടിൽ ഇതുപോലെ നിൽക്കുമായിരുന്നു.
ഒരു കയ്യിൽ ഫോണിൽ വ്ളോഗും ഒരു കയ്യിൽ വീഡിയോ കോളും ആയിരുന്നു കേട്ടോ. അബയൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ കാണണം എന്നുള്ളത്. കാരണം അവിടെ ആയതുകൊണ്ട് എങ്ങനെയായാലും പറ്റത്തില്ല. അപ്പോൾ ആ ടൈമിൽ അവർക്ക് കാണണം, നീ വ്ളോഗും എടുക്കണം വീഡിയോ കോളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 2 ഫോണും കൈ പിടിച്ച് നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ബാക്കി പുറകിലിരിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എന്താണ് ഈ കുട്ടി ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ അന്തം വിട്ട് വന്ന് നിൽക്കുന്നതെന്നായിരിക്കും ഒരു 2 ഫോണും കയ്യിൽ പൊക്കി പിടിച്ചിട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ താലികെട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. സിന്ദൂരം ഇട്ട് കൊടുക്കുകയാണ്. ദേവിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അബയനോട് ഫുള്ള് സംസാരിക്കുന്നുണ്ട്. അബയെ അമ്മ കുറച്ച് ടൈം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആൾക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അബയ്ക്കാണെങ്കിൽ ലീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അബയെ ഫുൾ ടൈം വീഡിയോ കോളിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അമ്മ പിന്നെ ആദ്യം കുറച്ച് ടൈം താലുകെട്ടുന്ന ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഫോണിലും അബയനെ അമ്മൂനെ വീഡിയോ കോൾ ചെയ്ത് ഞാനും ദേവിയും ജിഷ്ണും കൂടെ ഇരുന്നിട്ട് അങ്ങനെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എത്രമാത്രം ഫോട്ടോ നന്നായോ കാര്യങ്ങൾ അവരെ കാണുന്നുണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഫോട്ടോ കിട്ടുമ്പോഴേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കി എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ആ ഫോട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ 2 പേരും പരസ്പരം മാല ഇട്ട് കൊടുത്തു. തുളസി മാലയും പിന്നെ റോസാപ്പൂവിൻ്റെ മാലയാണ്, റെഡ് റോസിൻ്റെ മാലയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വി ചേച്ചി 2 പേരെ കൈയും ദേവീൻ്റെ കൈ പിടിച്ച് ജിഷ്ണുവിന് കൊടുത്തത് എനിക്ക് നല്ലൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി കരയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. എന്തായാലും അമ്മമാർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാവില്ല മക്കളെ കല്യാണം കഴിപ്പിച്ച് വരുമ്പോൾ എത്രയാണെങ്കിലും. അപ്പം ഇതൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, സ്വാഭാവികം. ദേവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊക്കെ വിഷമമായി. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട് കാര്യങ്ങളായിരുന്നു കേട്ടോ. തകൃതിയായിട്ട് ഫോട്ടോസ് കാര്യങ്ങളായിരുന്നു സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ അബേൻ്റെ മമ്മിയാണ് കേട്ടോ. മമ്മി എത്തിയിട്ടുണ്ടായിരുന്നു. മമ്മീനെ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് മമ്മീനെ എൻ്റെ ചാനലിൽ വീഡിയോ എടുക്കണം എന്നുള്ളത്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആക്ച്വലി എൻ്റെ വീഡിയോ ഒന്നും കാണുമെന്ന് എനിക്കറിയില്ല. മമ്മി ഞാൻ ഏത് വീഡിയോ ഇട്ടാലും കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം കല്യാണത്തിൻ്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപാടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷിബിൻ ചേട്ടായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മണ്ടത്തരാണ്. ഞാൻ ഷിബിൻ ചേട്ടായിൻ്റെ ഒന്നും കൂടെ നിന്നൊരു വീഡിയോ പോലും എടുത്തില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് സഞ്ജുവേട്ടനും ഷിബിൻ ചേട്ടായി പുറകിലിരിക്കുമായിരുന്നു. ഞാൻ ഫ്രണ്ടിലാണ്, നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ബോധം ഉദിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ കോളേജിലും സ്കൂളിലെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബൈജു സാറും മിനി മിസ്സും വന്നിട്ടുണ്ടായിരുന്നു. അമ്മൂൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ആരും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്താണെന്നറിയില്ല, ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്ത പൊട്ടത്തരം. ഒന്നാമത് എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഞാൻ വീഡിയോ കോളിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് പിന്നോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം കല്യാണം കഴിഞ്ഞ ടൈമിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ കേസിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിസപ്ഷനും നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റ് ഏകദേശം ഒരേ സമയത്തിലായിപ്പോയി. പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആദ്യം മുതലേ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സന്തോഷമായി. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏകദേശം കിട്ടിയ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസൊന്നും ആക്ച്വലി കിട്ടിയിട്ടില്ല. അത് കിട്ടുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഒപ്പം ഒരു ഷോർട്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. ടാറ്റാ.